വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവംബറിൽ നടന്ന LGS പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റേറ്റ് ഫാക്ട്സും ഇപ്പോൾ തന്നെ പഠിച്ചു പോകാൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ ആണ് നിബന്ധമാല രചിച്ചത്. അപ്പൊ നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ ആണെന്ന് ഓർത്തുവെക്കാം. ഇത് ഈ ഇടയ്ക്ക് ചോദിച്ച പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളത് ഓർത്തുവെക്കുക. എന്താണ് നിബന്ധമാല എന്ന കൃതി രചിച്ചതാരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ ആണെന്ന് ഓർത്തുവെക്കാം. ഇനി സ്വതന്ത്ര സമര കാലത്തെ വിവിധ രചനകൾ ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെ പറ്റി ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ ചേർത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യ സമരകാലത്തെ വിവിധ രചനകൾ ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെ പറ്റി ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായി. അതുപോലെ വിവിധ ഭാഷകളിൽ ഇത്തരം ഈ സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും അതുപോലെ ദേശാഭിമാന ബോധവും ആളുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കൃതികൾ, അത്തരത്തിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. അവയിൽ പ്രധാനപ്പെട്ട നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോര, ഗീതാഞ്ജലി മുതലായ കൃതികളൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. ഏതൊക്കെയാണ്? ഗോരയും ഗീതാഞ്ജലിയും. അനേകം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടവ ഗോരയും ഗീതാഞ്ജലിയുമാണ്. ഇത് ബംഗാളിയിലാണ് എഴുതപ്പെട്ടത്. അടുത്തത് പ്രേംചന്ദ് ഒരു കവിയാണ്. അദ്ദേഹം എഴുതിയാണ് സേവാ സദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ. ഇത് ഹിന്ദിയിലാണ് രചിക്കപ്പെട്ടത്. സേവാ സദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ എന്നിവയൊക്കെ പ്രേംചന്ദിന്റെ കൃതികളാണെന്ന് ഓർത്തുവെക്കും. ഇനി സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നത് തമിഴിലാണ് രചിക്കപ്പെട്ടത്. ഇനി അൽതാഫ് ഹുസൈൻ ഹാലിയുടെയാണ് ഹയാത്തി സാദി, ഹയാത്തി ജവീദ് മുതലായവ. അത് ഉറുദുവിലാണ് രചിക്കപ്പെട്ടത്. ഇനി നമ്മളിപ്പോ പഠിച്ച എന്താണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് നിബന്ധമാല. അത് മറാത്തിയിലാണ് രചിച്ചത്. മറാഠിയിൽ രചിക്കപ്പെട്ട കൃതിയാണ് നിബന്ധമാല. അത് എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ ആണെന്ന് ഓർത്തുവെക്കാം. ഇനി വള്ളത്തോൾ നാരായണ വേണ്ടി പ്രധാനപ്പെട്ട കൃതികളാണ് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ മുതലായവ. ഇതെല്ലാം മലയാളത്തിൽ അദ്ദേഹം രചിക്കപ്പെട്ട കൃതികളാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുഗർ എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം സാഹിത്യകാരൻ എഴുതിയ കൃതിയാണ്. അത് മറാത്തിയിലാണ് രചിക്കപ്പെട്ടതെന്ന് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? അപ്പൊ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? അതെ, ലോർഡ് കഴ്സൺ ആണ് സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ നമുക്ക് രണ്ടാം ഈഴവ മെമ്മോറിയലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ ഈഴവ മെമ്മോറിയൽ എന്ന് എന്താണ്? തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ആരാ സമർപ്പിച്ചത്? ഈഴവർ അല്ലെ. ഈഴവർ സമർപ്പിച്ചത്. എന്തിനാ സമർപ്പിച്ചത്? സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് സമർപ്പിച്ചു. 1896 സെപ്റ്റംബർ 3 ആർക്കാണ് സമർപ്പിക്കുന്നത്? തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കുന്ന നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അത് ഒന്നാം ഈഴവ മെമ്മോറിയലാണെന്ന് ഓർത്തുവയ്ക്കുക. സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ രാജാവിനാണ് സമർപ്പിക്കുന്നത്. ഇനി അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം നൽകുക എന്നതാണ് അവരുടെ ആവശ്യം. ഇനി ഡോക്ടർ പൽപു ആണ് 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അപ്പൊ എത്ര ആളുകളാണ് ഒപ്പിട്ടത്? 13,176 പേരാണ് ഒപ്പിട്ടത്. അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഹർജിയിലെ ആവശ്യങ്ങൾ തിരുവിതാംകൂർ ദിവാൻ നിരാകരിച്ചു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് വൈസ്രോയ് കഴ്സൺ പ്രഭു 1900 തിരുവിതാംകൂർ സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തിന് സമാനം മറ്റൊരു ഹർജി സമർപ്പിക്കപ്പെട്ടു. അപ്പൊ 1896 സെപ്റ്റംബർ 3 സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയൽ എന്ത് ചെയ്തു? അത് നിരാകരിച്ചു. അതേ തുടർന്ന് 1900 തിരുവിതാംകൂർ സന്ദർശിച്ച അതായത് വൈസ്രോയ് കഴ്സൺ പ്രഭു സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ട ഹർജിയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 1900 ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്.
ഇനി 1891 ജനുവരിയിൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ നമ്മൾ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട തീഡോമറിനെ കുറിച്ച് മനസ്സിലാക്കി. അത് 1896 ഇതിനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1891 ജനുവരിയിൽ തിരുവിതാംകൂർ രാജാവിന് മറ്റൊരു നിവേദനം സമർപ്പിക്കപ്പെട്ടു. അതാണ് മലയാളി മെമ്മോറിയൽ എന്ന് ഓർത്തുവെക്കുക. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? 1891 ജനുവരിയിൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട മറ്റൊരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പം 1891 ജനുവരിയിൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കേണ്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അതിന് ആകെ 1037 പേരാണ് ഈ നിവേദനത്തിൽ ഒപ്പിട്ടത്. അതുപോലെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അതിൽ ആദ്യമേ ഒപ്പിട്ടത് എന്താണ്? KP ശങ്കരമേനോനായിരുന്നു അതിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത്. മലയാള മെമ്മോറിയൽ ആദ്യമേ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ ആയിരുന്നു. ഇനി മൂന്നാമത് ഒപ്പിട്ടതാണ് ഡോക്ടർ പൽപ്പു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഇത് കുറച്ച് ഫാക്ട്സുകളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്താണ് ഈഴോ മെമ്മോറിയലിനെ കുറിച്ച് നന്നായി മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് രണ്ടാം ഈഴോ മെമ്മോറിയൽ എന്ന് വ്യക്തമായല്ലോ. അപ്പൊ ഒന്നാം ഈഴോ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 സമർപ്പിക്കുന്നത്. അത് ആർക്കാണ് സമർപ്പിച്ചത്? തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിക്കുന്നത്. ഇനി 1900 രണ്ടാം ഈഴോ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ലോർഡ് കഴ്സൺ പ്രഭുവിനാണെന്ന് കൂടെ ഓർത്തുക. ലോർഡ് കഴ്സൺ ആണ് 1920 ഈഴോ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കൂടെ മനസ്സിലാക്കി വെക്കും. ഇനി അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ പൽപ്പു ആണ് ഓർത്തു വയ്ക്കുക. അതുപോലെ 13,176 പേരാണ് 13,176 പേരാണ് അതിൽ ഒപ്പിട്ടതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? അപ്പൊ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാകുന്നു എന്നാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അതാണ് ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശവും താപവുമേ മാറും. അപ്പൊ ജനറേറ്റർ എന്താണ് നടക്കുന്നത്? യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കിയാണ് മാറുന്നത്. എന്നാൽ ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ വൈദ്യുതോർജ്ജവും പ്രകാശവും എന്തായി മാറുന്നു? താപമായിട്ട്. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഉപയോഗിച്ചാണ് പ്രകാശിക്കുന്നത് അല്ലേ? അപ്പൊ ആ പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രകാശവും താപവുമായിട്ട് അത് മാറും. അപ്പൊ ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പ്രകാശവും താപവുമായിട്ട് വൈദ്യുതോർജ്ജം മാറുന്നു മനസ്സിലാക്കുക. ഇനി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ. അപ്പൊ വൈദ്യുത സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തെ എന്തെന്നറിയപ്പെടുന്നു? വൈദ്യുത സെൽ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നു, എന്നിട്ട് അത് പ്രകാശവും താപവും മാറുന്നു. ഇനി രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തെ എന്താ പറയുന്നത്? വൈദ്യുത സെൽ. നമ്മുടെ വൈദ്യുതോർജ്ജമാണ് ഉണ്ടാകുന്നത്. അപ്പൊ വൈദ്യുത സെൽ എന്നാണ് ആ സംവിധാനത്തിന്റെ പേര്. രാസോർജ്ജം ഉപയോഗപ്പെടുത്തി വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ആ സംവിധാനത്തെ വൈദ്യുത സെൽ എന്ന് അറിയപ്പെടുന്നു. ഈ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമുണ്ടാക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. അപ്പം എന്താണ്? പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. അപ്പൊ ജനറേറ്ററിൽ നമ്മൾ പറഞ്ഞു യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാകുന്നു എന്ന് പറഞ്ഞു. ഇനി ജനറേറ്റർ ഉപകരണം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഊർജ്ജം എടുത്തുകൊണ്ടാണ് വെച്ചാൽ പെട്രോൾ, മണ്ണെണ്ണ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ എന്നും കൂടെ ഓർത്തു വെക്കുക. ഇനി ജനറേറ്റർ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറ്റും. നമ്മൾ പറഞ്ഞു അതാണ് ജനറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? രാസോർജ്ജം ആദ്യം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജമായിട്ട് പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് മാറും. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ലിംഗ്. സൂര്യനിൽ നിന്ന് ഊർജ്ജം ഉപയോഗിച്ച് അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ലിംഗ്. ഇപ്പൊ രാസോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വൈദ്യുത സെല്ലാണ്. ഇനി സൂര്യനിൽ നിന്ന് ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സോളാർ സെല്ലുകളാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജമായും പിന്നീട് പ്രകാശോർജ്ജമായും മാറും. അപ്പൊ ബാറ്ററി ഉപയോഗിച്ചാണ് എമർജൻസി ബൾബ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ രാസോർജ്ജം എന്തായിട്ട് ആദ്യം മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ടും പിന്നീട് ഇത് പ്രകാശോർജ്ജമായിട്ടും മാറുന്നു. ഇനി കൃത്രിമ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് സോളാർ പാനലിൽ നിന്നാണ്. കൃത്രിമ ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വൈദ്യുതി അവർക്ക് ലഭിക്കുന്നത് സോളാർ പാനലിൽ നിന്നാണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കും. അപ്പൊ ഇവിടെ ഇത്രയും നാളെ നമ്മൾ മനസ്സിലാക്കിയത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനത്തെ കുറിച്ചാണ്. നമ്മൾ ചോദ്യം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കി. അടുത്ത ചോദ്യം, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഇപ്പൊ കേരളത്തിൽ ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാൻ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് ഓർത്തു വയ്ക്കുക.
അപ്പൊ ആന്റിബയോട്ടിക് എന്ന് പറയുന്നതാണ് അമിതമായാല് അമൃതും ദോഷമാണ്. അപ്പൊ ആന്റിബയോട്ടിക് എന്താണ്, അത് നമുക്ക് എന്തായിട്ട് പറയാം, ആന്റിബയോട്ടിക്കിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം അത് തടയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത് എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2018 ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ട കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. എന്താണ്? 2018 ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ട കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. കാർസാപ്പ് എന്ന് പറഞ്ഞാൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ എന്നാണ്. എന്താണ് കാർസാപ്പ് എന്ന് പറഞ്ഞാൽ? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആണ്. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നാടിന് സമർപ്പിക്കപ്പെട്ട ഒക്ടോബറിൽ നാടിന് സമർപ്പിക്കപ്പെട്ട കർമ്മ പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയാണിത്. ഇപ്പൊ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ഏതാണ്? ചോദ്യത്തിൽ ഏതാണ്? കാർസാപ്പ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമേ നടപ്പിലാക്കിയത് കേരളത്തിലാണ്. അപ്പൊ ഇത്തരം ഒരു കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ എടുത്താൽ ആദ്യമേ നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിലാണെന്ന് മനസ്സിലാക്കുക. 2016 മരുന്നുകളെ പ്രതിരോധിക്കുന്ന ക്ഷയരോഗം ലോകത്തെ ഏകദേശം 5 ലക്ഷം പേരെ ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിയെ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയെ കണക്കാക്കി ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ അമൃത് പ്രകാരം ഡോക്ടറെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അപ്പം ഓപ്പറേഷൻ അമൃത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. ആ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് 2018 കാർസാപ്പ് എന്നാണ് ആ കർമ്മ പദ്ധതി അറിയപ്പെടുന്നത്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണെന്ന് കൂടെ ഓർത്തു വയ്ക്കാം. അടുത്തത്, വന്യജീവികളോടും ചരിത്ര സ്മാരകങ്ങളോടും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കാനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതയും സംരക്ഷിക്കാനായി പ്രഖ്യാപിക്കുന്ന വനമേഖലകളാണ് നാഷണൽ പാർക്കുകൾ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നാഷണൽ പാർക്കുകളിൽ വന്യജീവികൾക്ക് കൂടെ വന്യജീവികളോടൊപ്പം തന്നെ ചരിത്ര സ്മാരകങ്ങൾ, അതിൽ പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നുവെന്ന് ഓർത്തു വയ്ക്കുക. അപ്പം ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വനമേഖല ഏതാണെന്ന് വെച്ചാൽ അത് നാഷണൽ പാർക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സിനെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. അപ്പോൾ വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളും അതുപോലെ ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്ന വനമേഖലയെ എന്ത് വിളിക്കുന്നു? നാഷണൽ പാർക്കുകൾ എന്ന് വിളിക്കുന്നു. ഇനി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. ഇനി അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം നമ്മളിപ്പോൾ പറഞ്ഞു, അതാണ് നാഷണൽ പാർക്ക്. വന്യജീവികളോടൊപ്പം തന്നെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, അതും ഭൗമ സവിശേഷതകളും എല്ലാം സംരക്ഷിക്കുന്ന വനമേഖല എന്തറിയപ്പെടുന്നു? നാഷണൽ പാർക്കുകൾ എന്നറിയപ്പെടുന്നു. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും അതുപോലെ ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടതാണ് ബയോസ്ഫിയർ റിസർവുകൾ. വിശാല ഭൂപ്രദേശമാണ് അതിന് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശമാണ് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ കമ്മ്യൂണിറ്റി റിസർവ് പേരിൽ നമുക്ക് ആലോചിക്കാം. എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ അഥവാ സേക്രഡ് ഗ്രോവ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കാവുകൾ അഥവാ സേക്രഡ് ഗ്രോവ്സ് എന്നാണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ എന്ന് ഓർത്തുവെക്കുക. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നത് ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് ഓർത്തുവെക്കുക. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നത് ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നും കൂടെ ഓർത്തുവെക്കുക. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്.
അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം താലോലമാണ്. അപ്പൊ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? താലോലമാണെന്ന് ഓർത്തുവെക്കാം. ഇനി 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, ഓട്ടിസം, സെറിബ്രൽ പ്ലാസി, അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവയ്ക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് താലോലം. ഡയാലിസിസിനും ചെലവ് ലഭിക്കും. ഇനി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുടെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. അപ്പൊ താലോലം എന്ന് പറഞ്ഞ പദ്ധതി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളില് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്നുവെങ്കിൽ അത്തരം കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുടെ ചികിത്സാ സേവനം സംസ്ഥാന സർക്കാർ വഹിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് ഓർത്തുവെക്കും. ഇനി 5 വയസ്സ് വരെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി ശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. അപ്പൊ ശ്രുതി തരംഗം കേൾവി ശക്തി വൈകല്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എത്ര വയസ്സ് വരെ? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശ്രവണ വൈകല്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി ശക്തി ലഭ്യമാക്കുന്നതിന് വേണ്ടിയ പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം എന്ന് ഓർത്തുവെക്കാം. ഇനി വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. അപ്പൊ സ്നേഹധാര എന്ന് പറയുന്നത് സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ്. അത് ആർക്കാണ് ലഭിക്കുന്നത്? വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലഭ്യമാകുന്നത്. ഇനി മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ പ്രതിമാസ ധനസഹായം നൽകാനുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം. അപ്പം മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരികയും ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് ഓർത്തുവയ്ക്കാം. അപ്പൊ നമ്മളിവിടെ താലോല പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി, ആരോഗ്യ കിരണം എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ സ്നേഹധാരയും സ്നേഹപൂർവ്വം പദ്ധതികളെ കുറിച്ചും മനസ്സിലാക്കി. അടുത്ത 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആര്? നമുക്ക് സുപരിചിതമായ ക്വസ്റ്റ്യൻ ആണിത്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി. ഇനി സൈമൺ കമ്മീഷണർ റിപ്പോർട്ടിനെയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാനാണ് ബ്രിട്ടീഷ് സർക്കാർ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത്. അപ്പൊ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാനാണ് ബ്രിട്ടീഷ് സർക്കാരാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. 1930, 1931, അതുപോലെ 1932. 1, 3 വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. എന്നാൽ 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് കോൺഗ്രസ് പങ്കെടുത്തത്. 1931 മാർച്ചിലെ ഗാന്ധി ഇർവിൻ കരാർ പ്രകാരമായിരുന്നു ഇത്. അപ്പൊ 1, 3 വട്ടമേശ സമ്മേളനങ്ങൾ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പങ്കെടുത്തത്. അത് ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ്. 1931 ഗാന്ധി ഇർവിൻ കരാർ പ്രകാരമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തത്. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധിയായി അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് ഗാന്ധിജിയായിരുന്നു. അപ്പൊ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി ഗാന്ധിജിയായിരുന്നു. എന്നാൽ ഈ സമ്മേളനം പരാജയപ്പെട്ടതിനെ തുടർന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വട്ടമേശ സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസ് മാറി നിന്നു. അത് 1930 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് ഗാന്ധിജി പ്രതിനിധിയായിക്കൊണ്ട് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ 3 പ്രാവശ്യമാണ് വട്ടമേശ സമ്മേളനം നടന്നത്. 1930, 1931, 1932. അതുപോലെ വട്ടമേശ സമ്മേളനം എന്തിനാണ് വിളിച്ചു കൂട്ടിയത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും അതുപോലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാരാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയതും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം,
രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 ഓർത്തു വയ്ക്കുക. ഇനി രാജ്യസഭ എന്നാൽ പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ് രാജ്യസഭ. അപ്പൊ രാജ്യസഭ എന്ന പാർലമെന്റിലെ ഉപരിസഭയാണ്. അവിടെ സംസ്ഥാനങ്ങൾക്കാണ് പ്രാധാന്യം. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സഭ ഏതാണെന്ന് വെച്ചുള്ളത് രാജ്യസഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുള്ളത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ 3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കപ്പെടുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലാണ്. അതുപോലെ തന്നെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിന് അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ രാജ്യസഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യസഭ എന്ന് പറഞ്ഞ പാർലമെന്റ് ഉപരിസഭയാണ്. ജനസംഖ്യക്ക് ആനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന സഭ ഏതാണെന്ന് വെച്ചത് രാജ്യസഭയാണെന്ന് ഓർത്തുവയ്ക്കുക. 30 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരൻ രാജ്യസഭയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇനി രാജ്യസഭ എന്ന് പറഞ്ഞൊരു സ്ഥിരം സഭയാണ്. അതുകൂടാതെ രാജ്യസഭയിലെ 3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അതുപോലെ രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറഞ്ഞാൽ 250 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കപ്പെടുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അത് രാജ്യസഭയിലാണ്. അതുപോലെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ അത് രാജ്യസഭയ്ക്കാണെന്ന് കൂടെ ഓർത്തുവയ്ക്കും. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെന്റിന്റെ നേതൃത്വം നൽകിയത് ആരാണ്? 1913 തുടങ്ങിയ ഖദ്ദാർ മൂവ്മെന്റ് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണെന്ന് ഓർത്തുവയ്ക്കും. അപ്പൊ ഖദ്ദാർ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം മനസ്സിലാക്കാം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി 1913 നിലനിൽക്കുന്ന ഇന്ത്യൻ വിപ്ലവ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. അപ്പൊ ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്ത്യൻ വിപ്ലവ സംഘടനയാണ്. അത് നിലവിൽ വന്നത് എവിടെയാണ്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായിട്ടാണ് അത് നിലവിൽ വന്നത്. 1931 അത് നിലവിൽ വന്നത്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ വിപ്ലവ സംഘടനയാണ്. ബാബ സോഹൻ സിംഗ് ബക്കാനെ ആയിരുന്നു ഈ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ്. അപ്പൊ ഗദ്ദാർ പാർട്ടിയുടെ ഗദ്ദാർ മൂവ്മെന്റിന്റെ സ്ഥാപക പ്രസിഡന്റ് അറിയപ്പെടുന്നത് ബാബ സോഹൻ സിംഗ് ബക്കാനെ ആയിരുന്നു. ഇനി സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു ലാലാ ഹർദയാൽ. അപ്പൊ സംഘടന നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ലാലാ ഹർദയാലാണ്. അതാണ് സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്നത്. ഇനി പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന തുടക്കത്തിൽ അറിയപ്പെട്ടത്. അപ്പൊ സംഘടന തുടക്കത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ് ഈ പറഞ്ഞ ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ മൂവ്മെന്റ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സംഘടനയുടെ മുഖപത്രമാണ് ദി ഗദ്ദാർ. ദി ഗദ്ദാർ എന്ന് പറഞ്ഞ സംഘടനയുടെ മുഖപത്രമായിരുന്നു. ഇനി അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്ന മുദ്രാവാക്യമായിരുന്നു ഈ പറഞ്ഞ ഗദ്ദാർ മൂവ്മെന്റിന് ഉണ്ടായിരുന്നു. അപ്പൊ ഗദ്ദാർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഗദ്ദാർ പാർട്ടിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നായിരുന്നു മുദ്രാവാക്യം. അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു എന്നാണ് ഈ പറഞ്ഞ ഗദ്ദാർ പാർട്ടിയുടെ മുഖപത്രമായ ദി ഗദ്ദാറിന്റെ എന്താണ് മുദ്രാവാക്യം. 1948 സംഘടനയുടെ പ്രവർത്തനം അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഗദ്ദാർ മൂവ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഇത് 1913 നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇന്ത്യൻ വിപ്ലവ സംഘടനയാണ്. ഇത് നിലവിൽ വന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇനി ബാബ സോഹൻ സിംഗ് ബക്കാനെ ആയിരുന്നു ഇത് സ്ഥാപകൻ. എന്നാൽ പ്രധാന പ്രവർത്തനം അറിയപ്പെട്ടത് ലാലാ ഹർദയാലാണ്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന പേരിലാണ് ഈ സംഘടന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഈ സംഘടനയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് ഗദ്ദാർ ആണ്.
ഇനി അംഗ്രേസി രാഷ്ട്ര ദുഷ്മൻ എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം കൂടെ ഓർത്തുവെക്കാം. 1948 ആയപ്പോൾ ഈ സംഘടന പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും കൂടെ ഓർത്തു. അതുപോലെ തന്നെ നമ്മൾ 1947 സംഘടന പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വേറൊരു, അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഗദ്ദാർ പാർട്ടിയെ കുറിച്ചാണ്. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പൊ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞത് ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലെത്തിയ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം നൽകിയ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഉപരിപഠനാർത്ഥം ഇംഗ്ലണ്ടിലെത്തിയ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു കൂട്ടായ്മയാണ്. ആ വിദ്യാർത്ഥികളാണ് ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, WC ബാനർജി, മൻമോഹൻ ഘോഷ്. 1865 ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. 1865 ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, WC ബാനർജി, മൻമോഹൻ ഘോഷ് എന്നിവരാണ് 1865 ഏത് സംഘടനയ്ക്ക്? ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ത്യക്ക് വെളിയിൽ രൂപമെടുത്ത ആദ്യത്തെ ഇന്ത്യൻ സംഘടനയായി ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യക്ക് പുറത്ത് രൂപമെടുത്ത ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് രൂപമെടുത്ത ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണെന്ന് ഓർത്തു വെക്കുക. ഇനി മാഡം ഭിക്കാജി കാമ, BH ഗോദ്രേജ്, SR റാണ എന്നിവർ ചേർന്ന് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ 1905 സ്ഥാപിച്ച ഇന്ത്യൻ ദേശീയ സംഘടനയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ദേശീയ സംഘടനയാണ്. അത് പാരീസിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 1905 ആരൊക്കെയാണ് അതിന് മുൻനിരയിൽ പ്രവർത്തിച്ചത്? മാഡം ഭിക്കാജി കാമ, BH ഗോദ്രേജ്, SR റാണ എന്നിവരാണ് ഫ്രഞ്ച് തലസ്ഥാന പാരീസിൽ 1905 പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചതും കൂടെ മനസ്സിലാക്കി വെക്കും. അപ്പൊ നമ്മൾ 1913 ഗദ്ദാർ പാർട്ടിയെ കുറിച്ച് പഠിച്ചു. അതുപോലെ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചും മനസ്സിലാക്കി. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് രൂപമെടുത്ത ആദ്യത്തെ ഇന്ത്യൻ സംഘടന ഏതാണെന്ന് വെച്ചാൽ അത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും 40 സ്വർണ്ണ മെഡൽ വീതമാണ് നേടിയത്. അപ്പൊ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 33ാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആയിരുന്നു 2024 പാരീസിൽ നടന്നത്. അപ്പൊ പാരീസിൽ 2024 നടന്നത് 33ാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആണ്. ഇനി 2028 ഒളിമ്പിക് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് ആണെന്ന് കൂടെ ഓർത്തു വെക്കാം. അപ്പോൾ 2024 ഒളിമ്പിക്സ് എവിടെ നടന്നു? പാരീസിലാണ്. അത് 33ാമത്തെ ഒളിമ്പിക് ഗെയിംസ് ആയിരുന്നു. ഇനി 2028 നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലുകൾ അമേരിക്ക 40 സ്വർണ്ണ മെഡലുകളാണ് അമേരിക്ക നേടിയത്. അങ്ങനെ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. മെഡലുകളുടെ പട്ടികയിൽ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക 40 സ്വർണ്ണമാണ് നേടിയത്. അതുപോലെ 44 വെള്ളിയും 42 വെങ്കലവും നേടി. ഇങ്ങനെ 126 മെഡലുകൾ നേടി അമേരിക്കയാണ് ഏറ്റവും മുന്നിലെത്തി നിന്നത്. അപ്പോൾ അമേരിക്ക എത്ര സ്വർണ്ണ മെഡൽ നേടി? 40 സ്വർണ്ണ മെഡലുകൾ നേടി. അതോടൊപ്പം തന്നെ മുൻനിരയിൽ എത്തിയത് 126 മെഡലുകൾ നേടിയാണ് അമേരിക്ക മുൻനിരയിൽ എത്തിയത്. ഇനി മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ചൈനയും എത്ര സ്വർണ്ണ മെഡലാണ് നേടിയത്? 40 സ്വർണ്ണ മെഡലാണ് ചൈനയും നേടിയത്. മൊത്തത്തിൽ 91 മെഡലുകളാണ് ചൈന നേടിയത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71ാമത്തെ സ്ഥാനമായിരുന്നു ഇന്ത്യക്കുണ്ട്. അപ്പൊ മെഡലുകളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യക്ക് 1 വെള്ളിയും 5 വെങ്കലവുമാണ്. അങ്ങനെ മൊത്തത്തിൽ 6 മെഡലുകളാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പാരീസ് ഒളിമ്പിക്സ് നടന്നത് 2024 എവിടെയാണ്? പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത് 2024. അത് 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ഇനി 2028 നടക്കുന്ന അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിലാണ് ഓർത്തുവയ്ക്കാം. ഇനി ഇപ്പോൾ ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്കയാണ്. 126 മെഡലുകളാണ് അമേരിക്ക നേടിയത്. അതിൽ 40 സ്വർണ്ണ മെഡലുകൾ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ചൈനയും 40 സ്വർണ്ണ മെഡലുകൾ നേടി. അതുപോലെ മൊത്തത്തിൽ 91 മെഡലുകളാണ് ചൈന നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മെഡലുകളുടെ സ്ഥാനത്തിൽ 71ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്.
അതിൽ ഇന്ത്യ എന്ന് പറയുന്ന 6 മെഡലുകളാണ് നേടിയത്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ത്യ നേടിയതും കൂടെ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് LGS ഈ ഇടയ്ക്ക് ചോദിച്ച ചോദ്യ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കിയത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്ത് പോകാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം.